ജർമ്മനി ഒപ്പേർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഡോക്യുമെന്റേഷൻ ചെക്ക് ലിസ്റ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. A to Z ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. യെസ്, രണ്ട് സെറ്റ് ഡോക്യുമെന്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ഫോം ആണ്. ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് വരുന്നത് videx.diplo.de എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റ് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജർമ്മനിയുടെ ആപ്ലിക്കേഷൻ ഫോമിലേക്കാണ് പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഫില്ല് ചെയ്യാം. ലോങ് ടൈം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന വിഡെക്സ് ഫോം ലോങ് ടൈം ആണെന്ന് ശ്രദ്ധിക്കണം. ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം. രണ്ടാമതായി ഡിക്ലറേഷൻ ഫോംസ് ആണ് വരുന്നത്. പ്രധാനമായും 3 ഡിക്ലറേഷൻ ഫോംസ് ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ ഫോം എന്നുള്ളത് സിഗ്നേച്ചർ ഫോം ആണ്. ഇതാണ് സിഗ്നേച്ചർ ഫോം വരുന്നത്. ഇതിൽ ജർമ്മൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ ഫില്ല് ചെയ്താൽ മതി. പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ. രണ്ടാമത്തെ ഫോം വരുന്നത് ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് ഡിക്ലറേഷൻ ആണ്. നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് നമ്പർ, ബാക്കി തുടങ്ങിയ കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. മൂന്നാമത്തെ ഫോം ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമാണത്. ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക. മൂന്നാമത്തെ കവറിംഗ് ലെറ്റർ ആണ്. നാലാമത് വരുന്നത് മോട്ടിവേഷൻ ലെറ്റർ ആണ്. അഞ്ചാമത് നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി. ആറാമത് വരുന്നത് എംപ്ലോയ്മെന്റ് അനക്സ്റ്റർ ആണ്. എംപ്ലോയ്മെന്റ് അനക്സ്റ്റർ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോസ്റ്റ് ഫാമിലിയുടെ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുടെ പേര്, അതുപോലെ തന്നെ സ്ട്രീറ്റ്, നിങ്ങളുടെ സിപ്പ് കോഡ്, സിറ്റി, അതുപോലെ തന്നെ നെയിം ഓഫ് ദ കോണ്ടാക്ട് പേഴ്സൺ, ടെലിഫോൺ നമ്പർ, അതുപോലെ ഡ്യൂറേഷൻ ഓഫ് വർക്ക് കോൺട്രാക്ട് എന്നുള്ളത് 1 ഇയർ ആണ് വരുന്നത്. എന്ന് തൊട്ട് എന്ന് വരെയാന്നുള്ളത് നമ്മുടെ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നമ്മളിവിടെ ഫില്ല് ചെയ്യുക. ജോബ് ഡെസിഗ്നേഷൻ എന്നത് ഒപ്പയർ ആണ് വരുന്നത്. നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. +2 ആണെങ്കിൽ +2, ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് ഗ്രോസ് സാലറി എന്നുള്ളത് നമുക്ക് മന്ത്ലി പോക്കറ്റ് മണി കിട്ടുന്നതിന്റെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. 280 യൂറോയാണ് നോർമലി വരുന്നത്. നിങ്ങളുടെ എത്രയാണോ എമൗണ്ട് വരുന്നത് ആ ഒരു എമൗണ്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രോസ് സാലറി പെർ ഇയർ എന്നുള്ളത് 280 × 12 ആ ഒരു എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക. അതിനുശേഷം വരുന്നത് കോൺട്രാക്റ്റ് ആണ്. നിങ്ങളുടെ കോൺട്രാക്റ്റ് വെക്കുക. എട്ടാമത് ക്വസ്റ്റിനെയർ ആണ്. ഒമ്പതാമത് വരുന്നത് ഇൻവിറ്റേഷൻ ലെറ്റർ ആണ്. ഇൻവൈറ്റ് ചെയ്യുന്ന ആളുടെ ഇൻവിറ്റേഷൻ ലെറ്റർ. അതുപോലെ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന ആളാരാണോ, കോൺട്രാക്റ്റിലുള്ള പേഴ്സൺ ആരാണോ, അദ്ദേഹത്തിന്റെ റെസിഡൻസ് പെർമിറ്റ് കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ട് കോപ്പി വെക്കുക. 11ാമത് വരുന്നത് സിറ്റി രജിസ്ട്രേഷൻ ആണ്. 12ാമത് വരുന്നത് ജർമ്മൻ ലാംഗ്വേജ് A1 സർട്ടിഫിക്കറ്റ് ആണ്. നമ്മളുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. A1, A2, B1, B2 ഇതിൽ ഏതാണ് നിങ്ങളുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വരുന്ന സർട്ടിഫിക്കറ്റ് വയ്ക്കുക. 13ാമത് വരുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് ആണ്. 10th, +2. 14ാമത് വരുന്നത് ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ജർമ്മനിയിൽ നിന്ന് ഓൾറെഡി ഹോസ്റ്റ് ഫാമിലി നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. സെയിം ഇൻഷുറൻസ് തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്താൽ മതി. 15 എന്നുള്ളത് യൂറോപ്പ CV ആണ്. സിംഗിൾ പേജ് ആയിരിക്കണം. നിങ്ങളുടെ യൂറോപ്പ CV വയ്ക്കുക. അതിനുശേഷം 16ാമത് വരെ നിങ്ങൾക്ക് അഡീഷണൽ ഡോക്യുമെന്റ്സ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, വേറെ എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഒപ്പേർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.